കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ ഉത്കഥനം 1ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ ഈ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഏകദേശം ഇതേ ഒരു മോഡലായിരിക്കും നിങ്ങൾക്കും വരുന്നത്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. റെഡിയാണോ? പ്രവർത്തനം 1, ചായം ചാർത്താം. ഒരുമയോടും സന്തോഷത്തോടും കഴിയുന്ന ധാരാളം ജീവികളുള്ള മഞ്ഞണിക്കാട്. ഈ മഞ്ഞണിക്കാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ആരെല്ലാമാണെന്ന് നോക്കൂ, ചിത്രം നിറം നൽകി മനോഹരമാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ നോക്കൂ, എന്ത് ഭംഗിയുള്ള ചിത്രമാണല്ലേ. ഇവിടെ ആരൊക്കെയുണ്ട്? ആനയുണ്ട്, കുരങ്ങനുണ്ട്, അതുപോലെ പരുന്തുണ്ട്, മുയലുണ്ട്, ആടുണ്ട്, ആമയുണ്ട്, കരടിയുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം എന്ത് ചെയ്യണം? നല്ല ഭംഗിയായിട്ട് കൂട്ടുകാരെ നിറം നൽകണം. ഇതാണ് നിങ്ങളുടെ 1ാമത്തെ പ്രവർത്തനം. അപ്പോൾ നിറം നൽകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നല്ല ഭംഗിയുണ്ടായിരിക്കണം, നല്ല പുറത്തു പോവാതെ നല്ല രീതിയിൽ നിറം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ ചുറ്റുപാടുമുള്ളതിനും നിറം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും ചിത്രം. ഓക്കെ, ഇനി 2ാമത്തെ പ്രവർത്തനമാണ് മഞ്ഞണിക്കാട്ടിൽ മൃഗങ്ങൾ പുതുവത്സരം ആഘോഷിക്കാൻ തീരുമാനിച്ചു. എല്ലാ ജീവികളെയും പുതുവത്സരാഘോഷത്തിന് ക്ഷണിക്കണം. അതിനായി ചിമ്പൻകരടി ക്ഷണക്കത്ത് തയ്യാറാക്കി. നിങ്ങളും ക്ഷണക്കത്ത് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലും ചിത്രം കൂടെ വരച്ച് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു തരാം എന്താണ് എഴുതേണ്ടത് എന്നുള്ളത്. അതേപോലെ നിങ്ങളൊന്ന് എഴുതിയാൽ മതി. എന്തെഴുതാം? പുതുവത്സരാഘോഷം എല്ലാവർക്കും സ്വാഗതം എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി താഴെ എഴുതുക, മഞ്ഞണിക്കാട്ടിൽ പുതുവത്സരാഘോഷങ്ങൾ എല്ലാ മൃഗങ്ങളെയും ഈ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ആഘോഷം നല്ല രീതിയിൽ നടത്താനായി വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ചിമ്പൻകരടി എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമേ കൂട്ടുകാർ എഴുതണ്ടുള്ളൂ. വളരെ ചെറിയ ചെറിയ സെൻറ്റൻസ് ആക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അടുത്തത് 3ാമത്തേതാണ് വായിക്കാം എഴുതാം. പുതുവത്സരാഘോഷത്തിന് എന്തായാലും നല്ല ഒരു സദ്യ വേണം. സദ്യക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാവരും കൂടി കൊണ്ടുവരാം, കുറുമ്പനാന പറഞ്ഞു. ആഘോഷ ദിവസം ജമ്പു കുരങ്ങൻ വലിയൊരു വാഴക്കുലയുമായി വന്നു. സുന്ദരിക്കാക്ക വാഴയില കൊണ്ടുവന്നു. ലാലുമുയൽ ഉരുളക്കിഴങ്ങും തക്കാളിയും പാലുമായി വന്നു. വെണ്ടക്കയും വഴുതനയും ശർക്കരയും പരിപ്പും സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന കിട്ടനാടിൻ്റെ ഗമ ഒന്ന് കാണേണ്ടത് തന്നെ. അങ്ങനെ സദ്യക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാമായി. ചിമ്പൻകരടി സദ്യ ഒരുക്കാൻ തുടങ്ങി. അരി വെന്തു, പായസം തിളച്ചു, കാട്ടിലാകെ മണം പരന്നു. സിംഹരാജനെ കാണുന്നില്ലല്ലോ, ലാലുമുയൽ സങ്കടത്തോടെ പറഞ്ഞു. ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. മഞ്ഞണിക്കാട്ടിൽ എന്ത് ആഘോഷിക്കാനാണ് മൃഗങ്ങൾ തീരുമാനിച്ചത്? എന്താഘോഷിക്കാനായിരുന്നു കൂട്ടുകാരെ? പുതുവത്സരം അല്ലേ. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? പുതുവത്സരം. ജീവികൾ കൊണ്ടുവന്ന സാധനങ്ങളിൽ സാമ്പാറിന് ആവശ്യമായവ ഏവ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു സാമ്പാറിന് ആവശ്യമായിട്ടുള്ളത്? എന്തൊക്കെയായിരുന്നു? ഉരുളൻകിഴങ്ങ്, തക്കാളി, വെണ്ടക്ക, വഴുതനങ്ങ, പരിപ്പ്, പിന്നെ എന്തൊക്കെ സാധനങ്ങളായിരുന്നു? അത്രയും സാധനങ്ങളാണ് നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ളത് അല്ലേ. വാഴക്കുലയുമായി വന്നത് ആരാണ് വാഴക്കുലയുമായിട്ട് വന്നിട്ടുള്ളത് കൂട്ടുകാരെ? നോക്കൂ, വാഴക്കുലയുമായിട്ട് വന്നത് നമ്മുടെ ജമ്പു കുരങ്ങനാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? കുരങ്ങൻ അല്ലെങ്കിൽ ജമ്പു കുരങ്ങൻ എന്നും എഴുതാം. ജമ്പു കുരങ്ങൻ. ഇനി കിട്ടനാട് സഞ്ചിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത്? എന്തൊക്കെ സാധനങ്ങളായിരുന്നു കിട്ടനാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കൂട്ടുകാരെ? നമ്മുടെ കിട്ടനാട് കൊണ്ടുവന്നത് എന്തൊക്കെയായിരുന്നു? വെണ്ടക്കയും വഴുതനങ്ങയും ശർക്കരയും പരിപ്പും സഞ്ചിയിലാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഈ 4 സാധനങ്ങളാണല്ലേ, വെണ്ടക്ക, വഴുതന, ശർക്കര, പരിപ്പ്. അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ലാലുമുയലിന് സങ്കടം വരാൻ കാരണമെന്ത്? എന്തുകൊണ്ടായിരുന്നു ലാലുമുയലിന് സങ്കടം വന്നത് കൂട്ടുകാരെ? എന്തുകൊണ്ടായിരുന്നു? സിംഹരാജനെ കാണാത്തത് കൊണ്ടാണല്ലേ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? സിംഹരാജനെ കാണാത്തത് കൊണ്ട്.
അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ ചോദ്യങ്ങൾക്കായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തത് നോക്കാം. വില അറിയാം. കിട്ടനാട് സാധനങ്ങൾ വാങ്ങിയ കടയിലെ വില വിവര പട്ടിക നോക്കൂ. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഒരു വില വിവര പട്ടികയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഓരോന്ന് കണ്ടെത്താനാണ്. പട്ടികയിലെ ഏതു സാധനത്തിനാണ് വില കുറവ്? ഏറ്റവും വില കുറവ് ഏതിനാണ് കൂട്ടുകാരെ? ഇവിടെ നോക്കൂ, 23, 13, 30, 45 രൂപ അല്ലേ. 11 രൂപയുള്ളതാണ് വില കുറവ്. അത് ഏത് സാധനമാണ്? വഴുതന. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? വഴുതന എന്ന് എഴുതി കൊടുക്കുക. വഴുതന. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വെണ്ടയ്ക്കും വഴുതനങ്ങൾക്കും കൂടി എത്ര രൂപയാകും? വെണ്ടയ്ക്കൊക്കെ എത്ര രൂപയാണ്? 23 രൂപ. ഇനി വഴുതനയ്ക്ക് എത്ര രൂപയാണ്? 11 രൂപ. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. എത്രയാണ്? 23 + 11. ഇവിടെ എത്രയാണ്? 4 വരും. ഇവിടെയോ 3 വരും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 34. ഇനി 68 രൂപ മുഴുവനായും ചെലവഴിച്ച് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ വാങ്ങാം? നമുക്ക് വളരെ സിമ്പിളായിട്ട് 2 സാധനങ്ങൾ വാങ്ങാം. ഒന്നെന്താണ്? വെണ്ടയ്ക്ക വാങ്ങാം. ഓക്കെ, വെണ്ടയ്ക്കയ്ക്ക് 23 രൂപയാണ്. അതുപോലെ പരിപ്പ് വാങ്ങാം. പരിപ്പിന് എത്ര രൂപയാണ്? 45 രൂപയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ കൂട്ടുകാരെ. എത്രയാണ്? ഇവിടെ 8 വരും. 5 3 8. അതുപോലെ തന്നെ 2 4 6. 68 രൂപ കംപ്ലീറ്റ് ആയിട്ട് കഴിയും. കിട്ടനാടിൻ്റെ കയ്യിൽ 10 രൂപ നോട്ടുകളും 5 2 രൂപ നോട്ടുകളും ഉണ്ട്. പട്ടികയിലെ എല്ലാ സാധനങ്ങളും വാങ്ങിയാൽ കിട്ടനാടിൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ടാകും? 10 രൂപയുടെ നോട്ടാണല്ലേ. അഥവാ 10 രൂപയുടെ നോട്ട്. 10 × 10 എന്ന് പറഞ്ഞാൽ 100 രൂപ. ഓക്കെ, അതുപോലെ 5 2 രൂപയുടെ നോട്ടുകളാണുള്ളത്. അപ്പോൾ എന്താണ്? 5 × 2 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ ആകെ എത്ര രൂപയാണുള്ളത്? 110 രൂപയാണ് നമ്മുടെ കിട്ടനാടിൻ്റെ കയ്യിലുള്ളത്. ഇനി ഇതിനെല്ലാം കൂടെ എത്ര രൂപയാകുമെന്ന് നമ്മൾ കണക്കാക്കണം. എത്ര രൂപയാകും? 23 രൂപ വെണ്ടയ്ക്കയ്ക്ക്, 11 രൂപ വഴുതനങ്ങയ്ക്ക്, 30 രൂപ ശർക്കരയ്ക്ക്, അതുപോലെ 45 രൂപ എന്തിന്? പരിപ്പിന്. എത്രയാകും കൂട്ടുകാരെ? ഒന്ന് നോക്കൂ. 23, 11, പിന്നെ എത്രയാണ്? 30, അതുപോലെ തന്നെ 45. എത്ര രൂപയാകും? 109 രൂപയാകും. 109 രൂപ. കിട്ടനാടിൻ്റെ കയ്യിൽ ആകെ എത്ര രൂപ ഉണ്ട്? 110 രൂപ. അപ്പോൾ അതിൽ നിന്നും 109 കുറച്ച് കഴിഞ്ഞാൽ 1 രൂപയാണ് കിട്ടനാടിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ കൂട്ടാനും കുറക്കാനും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയുമാണ്. അടുത്തൊരു ചോദ്യമാണ് തരം തിരിക്കാം എന്നുള്ളത്. ആഘോഷത്തിന് ശേഷം മൃഗങ്ങളെല്ലാം നാട് കാണാനിറങ്ങി. പട്ടണത്തിലെത്തി അവർ കണ്ട വാഹനങ്ങൾ നോക്കൂ. സവിശേഷതകൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തൂ. എന്താണ്? ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങളും പിന്നെന്താണ്? ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളും. ഓക്കെ, ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ. ഇതിൽ ഇന്ധനം ആവശ്യമുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് ഓട്ടോറിക്ഷ. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഓട്ടോറിക്ഷ. അതുപോലെ തന്നെ ബസ്. പിന്നെ ഉള്ളത് ജീപ്പ്, കാറ്. ഓക്കെ, ഇനി ഇന്ധനം ആവശ്യമില്ലാത്തത് ഏതൊക്കെയാണ്? സൈക്കിള്, അതുപോലെ തന്നെ കാളവണ്ടി. ഇതിന് രണ്ടിനും എന്ത് വേണ്ട? ഇന്ധനം ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 2 രീതിയിൽ നമ്മളിത് എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കൂ. തിരഞ്ഞെടുക്കാം. പട്ടണത്തിൽ ജംബുകുരങ്ങൻ കണ്ട ചില വാക്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്നും വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയിപ്പ് ബോർഡിൽ എഴുതുക. 1. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. അതെന്താണ്? വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ഇങ്ങോട്ട് എടുത്തെഴുതുക. ഇനി അടുത്തത് നോക്കൂ. നിശബ്ദത പാലിക്കുക. അത് വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. 2 നേരം പല്ല് തേക്കുക. അത് വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക. അതും എന്താണ്? വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി വീടും പരിസരവും വൃത്തിയാക്കുക. അത് വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ എവിടെ എടുത്ത് എഴുതുക?
ഓക്കെ, വേണമെങ്കിൽ അത് എഴുതാം. ഇനി അത് വ്യക്തി ശുചിത്വം അല്ലെങ്കിലും നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ള രീതിയിൽ നമുക്കത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ 3 എടുത്തെഴുതിയാലും മതി. ഇനി വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി ചെയ്യേണ്ട മറ്റൊരു കാര്യം താഴെ കാണുന്ന അറിയിപ്പ് ബോർഡിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യാം നമുക്ക്? ഭക്ഷണം മൂടി വെക്കുക. ഓക്കെ, ഭക്ഷണം പാകം ചെയ്താൽ മൂടി വെക്കുക. അത് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.